ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? നമുക്ക് ഇന്നൊരു കഥ പറഞ്ഞാലോ? വേറെ ഒന്നുമല്ല, എന്റെയും ചാച്ചന്റെയും ലവ് സ്റ്റോറിയാണ്. കേൾക്കാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ സമയമുണ്ടോ നിങ്ങൾക്ക്? സമയമുണ്ടെങ്കിൽ ഞങ്ങളുടെ കഥയൊന്ന് കേട്ട് നോക്കിക്കേ. ഇതിപ്പോ നമ്മളൊരു യാത്ര പോവുകയാണേ, വയനാട്ടിലോട്ടാണ്. ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട സ്ഥലമാണേ. ഞങ്ങൾ ഒത്തിരി തവണ പോയിട്ടുണ്ട്, വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കണക്ട് ചെയ്തതും ഒരു യാത്രയിലൂടെ തന്നെയാണ്. യാത്ര പോയിട്ടല്ല, ഒരു യാത്ര പോവാൻ വേണ്ടി കല്യാണം കഴിച്ചവരാ. ആ കഥ ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് 2021 തോന്നുന്നു. ആ സമയത്ത് എനിക്ക് ബ്ലഡ് കുറഞ്ഞിട്ട് ഞാൻ കുറെ കിടന്നിട്ടുണ്ടായിരുന്നു. കിടന്നെന്ന് പറഞ്ഞാൽ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. മൊത്തം നന്നായിട്ട് ഹെൽത്തിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. സ്കിന്നിനെയും മൊത്തം നമ്മുടെ എല്ലാ ബോഡി മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. മെയിനായിട്ട് സ്കിന്നിനെയാണ് ബാധിച്ചത്. അപ്പൊ ഞാൻ അങ്ങനെ പുറത്തും പോകാറില്ല, ജോലിക്കൊന്നും പോകാൻ പറ്റാതെ സ്റ്റക്കായിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. നമുക്ക് ഈ ബ്ലഡ് കുറയുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടി വരാനുണ്ട്. മൊത്തത്തിൽ നമ്മൾ ഡിപ്രസ്ഡ് ആവും. അതിന്റെ കൂട്ടത്തിൽ സ്കിന്നിനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ മെന്റലി ഭയങ്കര ഡൗൺ ആയി പോകുന്ന അവസ്ഥയാണ്. അതുപോലെ ഒരു സമയത്താണ് ഒരു ദിവസം ഞാൻ അധികമായിട്ട് ആ സമയത്ത് കൂട്ടുപോലും ഇല്ല. കാരണം നമ്മൾ ഒന്ന് ഉൾവലിയാൻ തോന്നുന്നു. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരോടും സംസാരിക്കാൻ നല്ല താല്പര്യം ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു ട്രബിളിൽ ഇരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ മടിയായിരിക്കും. ഞാൻ അങ്ങനെയാണ്. എനിക്ക് നിങ്ങളും അങ്ങനെയാണോ എന്ന് അറിയില്ല. ഞാൻ അങ്ങനെയാണ്. എനിക്ക് ഒരു മടിയാണ്. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ എത്ര പേരോട് വേണമെങ്കിലും സംസാരിക്കും. പക്ഷെ ഞാൻ കുറച്ച് പ്രശ്നത്തിലാണെങ്കിൽ എനിക്ക് ഒരു പക്ഷെ പുറത്തോട്ട് വരുന്ന സാധനം ദേഷ്യമായിരിക്കും. അത് നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് അധികം ആരായിട്ടും കൂടുതൽ കമ്പനി ആവാൻ നിൽക്കത്തില്ല, അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാൻ നിൽക്കില്ല. കുറച്ച് ഒഴിവെളിഞ്ഞിരിക്കുന്ന സമയമായിരിക്കും അത്. എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. പൊതുവെ ആരോടും സംസാരിക്കാതെ. അപ്പൊ എന്റെ ഹസ്ബൻഡ്, ഞങ്ങൾ ഒരുമിച്ച് കുറെ കാലം വർക്ക് ചെയ്തതാണ്. 4-5 വർഷമായിട്ട് വർക്ക് ചെയ്ത ആ സമയത്ത് ഞാൻ വേറെ സ്ഥാപനത്തിലും ആള് വേറെ സ്ഥലത്തുമാണ്. ഞാൻ അന്നേരം ജോലിക്ക് പോകുന്നില്ല. എനിക്ക് പോകാൻ പറ്റാതെ റിസൈൻ ചെയ്തൊക്കെ ഇരിക്കുന്ന സമയമാണ്. റിസൈൻ ചെയ്തിട്ടില്ല, ഓൾറെഡി നോട്ടീസ് പീരീഡിലാണ്. വയ്യാത്തത് കൊണ്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് പീരീഡിൽ ഇരിക്കുന്ന സമയത്ത് പൊതുവെ ഞാൻ എല്ലാ തവണ ഇടയ്ക്കിടയ്ക്ക് ജോബ് മാറും. ആ സമയത്തെല്ലാം എന്റെ ജോയിനിങ്ങിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് തരുന്ന ആള് ചാച്ചനാണ്. പക്ഷെ എന്താന്നറിയില്ല, ഈ പെമ്പിള്ളേരെ സഹായിക്കാൻ വളരെ നല്ല മനസ്സുള്ള ഒരാളാണ്. എന്തൊരു വലിയൊരു മനസ്സാണ്. അതോ ഇനി എല്ലാ പെമ്പിള്ളേരാണോ എന്നെ മാത്രമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ആ ഇടയ്ക്കിടയ്ക്ക് എന്നെ പ്രപ്പോസ് ചെയ്യും, എടി നിന്നെ ഞാൻ കെട്ടിക്കോട്ടെ. പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ ഈ സ്ഥിരം കോഴികളുടെ ഒരു ഡയലോഗ് ഇല്ലേ, നിന്നെ ഞാൻ കെട്ടിക്കോട്ടെ എന്ന് പറയുന്ന ഒരു സാധനം, അതായിട്ട് ഞാൻ അതിലൊട്ടും ഒരു സീരിയസ്നെസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ആള് പ്രാക്ടിക്കലി അതിനിടയിൽ കൂടെ എനിക്കിട്ട് എന്നെ മെല്ലെ ചാടിക്കാൻ വേണ്ടി, എന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത്ര അങ്ങോട്ട് അത് മനസ്സിലാക്കിയിട്ടില്ല. ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു FB-ൽ, ഇവരുടെ യാത്രകളുടെ ഒക്കെ ഒരു ഗ്രൂപ്പ്. പിന്നെ ആർക്കും എന്താശയവും സ്റ്റോറിയൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ്. എന്നെ നൈസായിട്ട് എടി നീ ഇതിൽ ജോയിൻ ചെയ്യുന്നോന്ന് വെച്ചിട്ട് അതിന്റെ കുറച്ച് മുന്നേട്ട് എന്നെ അതിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതിൽ കഥകൾ എഴുതും. ഞാൻ ഈ മനുഷ്യന് ഇങ്ങനെ കഥ എഴുതാൻ പറ്റുന്ന ആളാണെന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എനിക്ക് ഈ കഥകളിലൊക്കെ ഭയങ്കര താല്പര്യം, വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ നല്ല അടിപൊളി കഥ, നല്ല സൂപ്പറായിട്ട് ട്രാവൽ എക്സ്പീരിയൻസ് ഒക്കെ എഴുതുന്ന, യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഹിമാലയത്തിൽ പോകണം എന്നുള്ളത്. ഞാൻ പോയിട്ടില്ല, ഫ്ലൈറ്റും കയറിയിട്ടില്ല. രണ്ടും എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമുക്കിപ്പം ആരെയും കേൾക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ, വേണമെന്ന് വെച്ചാൽ നടക്കൂലെന്ന്. പക്ഷെ നമുക്ക് സാധിക്കാത്തൊരു കാര്യം, നമ്മൾ അതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം നമുക്ക് വലിയ കാര്യം തന്നെയാണ്. എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു അത്. അപ്പം ഞാനിങ്ങനെ സംസാരിക്കാറൊക്കെ ഉണ്ട് ആളുടെ അടുത്ത്. പക്ഷെ പ്രേമത്തിന്റെ ഒരു ചെറിയൊരു ലാഞ്ചന പോലും എനിക്ക് ആ സമയത്ത് ഇല്ല, തോന്നിയിട്ടും ഇല്ല കേട്ടോ. സംസാരിക്കുന്ന പറഞ്ഞാൽ എന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അങ്ങനൊക്കെ അതിനൊക്കെ ഞാൻ വിളിക്കും. ഒഫീഷ്യലി ഉള്ള കുറെ കാര്യങ്ങൾക്ക് വിളിക്കും. ആള് ടക്ക് 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 എന്ന് ചെയ്തു തരും. എന്ന് പറയും, എടി ഇത് കിട്ടിക്കഴിഞ്ഞ ഉടനെ നീ ഫോൺ വെച്ചിട്ട് പോലെ പിന്നെ എന്നോട് സംസാരിക്കത്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. ഞാൻ അതിനൊക്കെ ഒരു കോഴിത്തരായിട്ടേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഇടയ്ക്കാണ് എനിക്ക് അസുഖം വരുന്നത്. ഇതൊക്കെ കുറെ മുന്നെയാണ് ഇത്. ഈ കഥകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു 2021 സമയത്ത് കൊറോണയുടെ ടൈമിലൊക്കെ ഞങ്ങളെ വീട് തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഇല്ലായിരുന്നു. മീൻസ് ഡിസ്റ്റൻസ് ഒരു 5-6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. അപ്പം എന്റെ ഭാഗത്ത് കൂടെ തന്നെ വേണമായിരുന്നു ആൾക്ക് ഓഫീസിലേക്ക് പോകാൻ. അപ്പൊ ആ സമയത്ത് എന്നെ പിക്ക് ചെയ്യാൻ
ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് വണ്ടിയുടെ ടയർ പൊട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഓവുചാലിലേക്ക് ഇത് ഉരുണ്ട് വീഴാൻ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അങ്ങനെ ഒരു പ്ലാനേ ഇല്ല. അന്നൊന്നും ആള് പ്രപ്പോസ് ചെയ്തിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാല് ഈ 2021 ഫെബ്രുവരി ആവുന്ന സമയത്തൊക്കെയാണ് ഞാൻ ഈ അസുഖമായിട്ട് കിടക്കുന്നത്. എനിക്കൊരു നവംബർ 2020 നവംബർ തൊട്ടായിരുന്നു ഹെൽത്ത് ഇഷ്യൂസ് വന്നത്. അതിന് മുന്നേ 2020 ഫെബ്രുവരിയില് വാലന്റൈൻസ് ഡേന്റെ അന്ന് ആൾ എൻ്റെ അടുത്ത് ഫസ്റ്റ് ഇങ്ങനെ ഇടി നിന്നെ ഞാൻ കെട്ടട്ടെ എന്നുള്ളൊരു പ്രപ്പോസൽ പറഞ്ഞത്. പക്ഷെ അത് ഒട്ടും സീരിയസ് ആയിട്ടൊന്നും ഞാൻ ചോദിച്ചു പോടാ നീ ചുമ്മാ തമാശ പറയില്ലേ. അപ്പൊ ശരിയാ ഞാൻ തമാശ പറയാന്ന് പറഞ്ഞിട്ട് വിടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം അതെ പണ്ടത്തെ ഓഫർ ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ ഓഫർ ഇട്ടോ ഇവിടെ എന്തെങ്കിലും പറയുന്നേ ഉള്ളൂ. അങ്ങനെയാണ് നവംബറിൽ എനിക്ക് അസുഖം വരുന്നത്. ഒരു ഫെബ്രുവരി ഒക്കെ ആയ സമയത്ത് എനിക്ക് ഉറക്കം കിട്ടില്ല. രാത്രി ഒട്ടും ഉറക്കം, രാത്രി എന്നല്ല പകലും ഒക്കെ ഉറക്കം ഭയങ്കര പ്രശ്നമായിരുന്നു. അതൊക്കെ എന്റെ അസുഖത്തിന്റെ ഭാഗമാണ്. ഒരു ഹീമോഗ്ലോബിൻ കുറയുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഒരിക്കലും അറിയാതെയും ശ്രദ്ധിക്കാതെയും പോകുന്ന കാര്യമാണ് അത്. ഭയങ്കര നിസ്സാരമായും തോന്നുന്ന പക്ഷെ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു സാധനമാണ് ഈ ഹീമോഗ്ലോബിൻ കുറയുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പലതും വലിയൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് തന്നെ നമ്മൾ പോകും. അതുപോലെ തന്നെ നമ്മളെ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഓരോ ഓർഗൻസും വീക്കായി തുടങ്ങും. നമ്മളെ പ്രഷർ ലെവൽ താഴും, പിന്നെ ഹാർട്ട് ബീറ്റ്സിന്റെ അളവ് കൂടും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. ഇതെല്ലാം ഒരുമിച്ച് ഫേസ് ചെയ്തിരിക്കുന്ന സമയമാണ് ഞാൻ. പക്ഷെ എനിക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതൽ അത് ബാധിച്ചത് സ്കിന്നിനെയാണ്. സ്കിന്നിന് പെട്ടെന്ന് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ വന്നു. പക്ഷെ അത് മാറുന്നില്ല. എത്ര മെഡിസിൻ കഴിച്ചിട്ടും മാറുന്നില്ല. കാരണം ഈ അയൺ ഇല്ലാത്തത് കാരണം നമ്മളെ ബ്ലഡ് വേണമല്ലോ സ്കിന്നിനെയും കൂടെ ഒന്ന് റീവർക്ക് ചെയ്യാൻ. അതിനുള്ള ഒരു കപ്പാസിറ്റി ആ സമയത്ത് എൻ്റെ ഹെൽത്തിന് ഇല്ല. അത് കാരണം ഇത് മാറണില്ല. ഞാൻ കുറേ മരുന്ന് കഴിക്കുന്നു. ഈ ആന്റിബയോട്ടിക്സ് പിന്നെയും പിന്നെയും കഴിക്കുന്നതിനനുസരിച്ച് ഞാൻ വീക്കായി തുടങ്ങുന്നതല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് ഒരു റിസൾട്ടും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു ദിവസം ആള് ഇതിനൊരു സൊല്യൂഷൻ ഒന്നും ഇല്ല ആ സമയത്ത്. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാനിങ്ങനെ ഏതാണ്ട് ഭയങ്കരമായിട്ട് മടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ ഈ രാത്രി ഉറങ്ങാതിരിക്കുമ്പോ ഒക്കെ ഓൺലൈൻ നോക്കുമ്പോ ഒക്കെ ആളുണ്ടാവും. എപ്പോഴും ചിലപ്പോൾ എനിക്ക് പകൽ എപ്പോഴോ അയച്ച മെസ്സേജിനൊക്കെ ഞാൻ രാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ റിപ്ലൈ കൊടുക്കുക. ആ റിപ്ലൈ വരുന്ന ആ സ്പോട്ടിൽ എനിക്ക് തിരിച്ച് മെസ്സേജ് ഉണ്ട്, നീ ഉറങ്ങില്ലടി പിശാചെന്ന് വെച്ചിട്ട്. അത് നല്ല ഞാൻ ടെൻസ്ഡ് ആയിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുമ്പോൾ അയ്യോ വയ്യല്ലേ, നമ്മളെക്കാൾ സഹതാപത്തിലായിരിക്കും അവർ സംസാരിക്കുക. അപ്പൊ നമുക്ക് ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യില്ല. ഇയാളുടെ അടുത്ത് വയ്യാന്ന് പറഞ്ഞപ്പോ ഒന്ന് ഓടി. ഞാൻ പറഞ്ഞിട്ട് ചിലപ്പോ ഞാൻ തട്ടിപ്പോകൂടാ ഇങ്ങനെ പോയാല്, എനിക്കിതിന് വലിയ സൊല്യൂഷൻ ഒന്നും കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ പിന്നെ നീയല്ല തട്ടിപ്പോവാ, നീ എന്തോരം അനുഭവിക്കാൻ കിടക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ള് ഈ ഒരു സാധനത്തിന് ഒരു ഇമ്പോർട്ടന്റും കൊടുക്കാത്ത രീതിയിൽ ആള് സംസാരിക്കാം. എന്നിട്ട് പറഞ്ഞു നീയേ പെട്ടെന്ന് വേണമെങ്കിൽ അസുഖമൊക്കെ മാറ്റിയെടുക്കാൻ നോക്ക്, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ഹിമാലയത്തിൽ കൊണ്ടുപോവാം. കാരണം ഞാന് ഈ വരുന്ന മെയില് ഒരു ഹിമാലയൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പോകുമ്പോ നിന്നെയും കൂടെ കൂട്ടണം എന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് അസുഖമൊക്കെ മാറ്റിയേക്കുന്നു. അത് ഞാൻ എടാ അഥവാ അസുഖം മാറിയാലും നിന്റെ കൂടെ എന്നെ ഹിമാലയത്തിലേക്കൊക്കെ വിടുവോ? എങ്ങനെ വിടുക, എന്നെ വിടുവൊന്നുമില്ലടാ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു എടി നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ വിടുമല്ലോ, ഹസ്ബൻഡും വൈഫും കൂടി ഹിമാലയത്തിൽ പോകുന്നത് ഒരു ഹണിമൂൺ ട്രിപ്പ് ആക്കി കൂടെ. നീ പോടായിരുന്നു, ചാവൻ കിടക്കുമ്പോഴാണ് അവന്റെ ഒരു കോമഡിന്ന്. നീ ചത്തോത്തില്ലടി ഞാൻ നീ കാര്യമായിട്ടാണോ പറയുന്നത്? അത് ഞാൻ ഭയങ്കര കാര്യമായിട്ടാ പറയുന്നത്. നിന്നോട് ഇത്രയും കാലം ഞാൻ കാര്യമായിട്ട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലോ എന്ന്. അപ്പൊ എനിക്ക് എന്തോ ആ സമയത്ത് അതൊരു സ്പാർക്ക് ചെയ്ത്. പിന്നെ ഇതിന് മുന്നേ തന്നെ ആളെന്നെ മറ്റേ ഗ്രൂപ്പിലൊക്കെ ഇട്ട് ആളെ ഒരു ഇംപ്രസീവ് ലെവലിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴാണല്ലോ ഇത് പറയുന്നത്. അപ്പൊ എനിക്കെന്തോ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്തു. ഒരു എനർജി. നമ്മൾ ഈ മറ്റേ ഇരുട്ടത്ത് വെട്ടം കാണാന്നൊക്കെ പറഞ്ഞ ഒരു എനർജി. നീ ആക്ച്വലി സീരിയസ് ആണോ? ഞാൻ പറഞ്ഞാ സീരിയസ്. ഞങ്ങൾക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, കുറച്ച് കാര്യം. ബാക്കി റിലീജിയനും ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും കുറെ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ അത്ര ട്രഡീഷണൽ ആയിട്ട് നടക്കുന്ന ഒരാളൊന്നുമല്ല. ഇവരൊക്കെ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലിയാണ്. അപ്പം എനിക്കാണെങ്കിൽ വലിയൊരു ഐഡിയ ഇല്ല. ചാച്ചനും എങ്ങനെയുള്ള ആളാണെന്നൊന്നും അത്ര വലിയ ഐഡിയ ഒന്നുമില്ല. നിനക്ക് എന്നെ പോലെ ഒരാൾ ഓക്കെയാ? എനിക്ക് പക്ക ഓക്കാടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ എന്നാ പിന്നെ നോക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ ഈ ആലോചിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം എടുത്തു. ഇത് ഫെബ്രുവരി ലാസ്റ്റ് അങ്ങനെ. എന്നിട്ട് ഞാൻ മാർച്ച് 6 ആയ സമയത്ത് ഞാൻ പറഞ്ഞു ശരിടാ നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് കുറച്ച് പ്രേമിച്ച് നോക്കാം, എന്നിട്ട് അതിന്റെ ഒരു പീക്ക് എത്തുമ്പോൾ നമുക്ക് കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ.
അല്ലെങ്കിൽ എനിക്ക് തിരക്കൂട്ടുന്നില്ല കല്യാണം കഴിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആള് കുറച്ച് വേറെ ഫിനാൻഷ്യൽ പ്രോബ്ലംസിലൊക്കെ നിൽക്കുന്നത് തന്നെ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് സെറ്റിൽ ആവണം. അപ്പൊ ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഓൾമോസ്റ്റ് ഓക്കെ ആവും. അത് കഴിഞ്ഞിട്ടൊക്കെ നടക്കത്തുള്ളൂ. ആ ശരി എന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ എന്തിനു വേണ്ടിയാ കല്യാണം കഴിക്കാൻ പോകുന്നത്? ഹിമാലയത്തിൽ പോവാൻ. അപ്പൊ പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്നോട് ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്, എടി നിന്റെ പിന്നാലെ വെറുതെ നിനക്ക് കുറെ സഹായം ചെയ്തു നടക്കുന്ന നേരം കൊണ്ട് എനിക്ക് ആദ്യം ആ ഹിമാലയ ഓഫർ ഇവിടെ ചെയ്താൽ മതി, അല്ലെങ്കിൽ വല്ല ഫ്ലൈറ്റ് ടിക്കറ്റ് 2 എടുത്തിട്ട് ദേ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് വന്നാ മതിയായിരുന്നു, അന്ന് അപ്പഴേ സെറ്റിൽ ആയേനായിരുന്നു. ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. അതുപോലെയുള്ള ഒരു സംഭവം. പക്ഷെ പിന്നെ ഞങ്ങൾ ഈ ഡിസംബർ എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമാണോ ഞങ്ങളുടെ മാനസിക സമ്മർദ്ദം മൂലമാണോ എന്നറിയില്ല, ഞങ്ങൾ ഓഗസ്റ്റ് 31 കല്യാണം കഴിച്ചു. ലീഗൽ മാരേജ് ഓഗസ്റ്റ് 31 അത് കഴിഞ്ഞു. അതിന്റെ മുന്നേയുള്ള ഞങ്ങളുടെ പ്രണയത്തിന്റെ സമയം ഞങ്ങൾ ഏറ്റവും അധികം പോയ സ്ഥലമാണ് വയനാട്. ഹിമാലയത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്നും മിക്കപ്പോഴും ഓഫീസ് കഴിഞ്ഞ് വൈകിട്ടും അല്ലെങ്കിൽ ഓഫീസിന്റെ ഇടക്ക് ബ്രേക്ക് ചെയ്തിട്ടും. പക്ഷെ ഈ രജിസ്റ്റർ ഒക്കെ കഴിഞ്ഞതിന്റെ ആ ഒരു ഘട്ടത്തിൽ എനിക്ക് ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ഡോക്ടറെ കിട്ടി. എന്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ റിക്കവർ ആയിട്ട്, ഒരു പക്ഷെ അത് മൈൻഡിന്റെ ആ ഒരു സമയത്തുള്ള പോസിറ്റിവിറ്റി ആയിരിക്കാം, ആളുടെ സപ്പോർട്ടും എല്ലാം കൊണ്ടായിരിക്കാം. നല്ലൊരു ട്രീറ്റ്മെന്റ് എടുത്തു. അസുഖമൊക്കെ മാറി. അസുഖം ഒരു 90% ഓക്കെ ആയി വന്നു. ഞാൻ പിന്നെ ജോലിക്ക് ജോയിൻ ചെയ്തു. രണ്ടാമത് മെയ്യിൽ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനമാണ്. 2-3 മാസം ഒരിടത്ത് സ്റ്റക്ക് ആയിരിക്കുന്ന ഞാൻ പിന്നെ ജോലിക്ക് ജോയിൻ ചെയ്തു. അത് ഞങ്ങൾ മിക്കപ്പോഴും ജോലിക്ക് പോകുന്ന സമയത്ത് താലം കൈമാറും പോലെ ഒരാൾക്ക് പോകാനുള്ളത് കോഴിക്കോടൊക്കെ, എനിക്ക് പോകാനുള്ളത് താമരശ്ശേരിക്ക്. രണ്ട് റൂട്ടാണ്. പകുതിക്ക് വെച്ച് കാണുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഫെബ്രുവരി 5-നായിരുന്നു വീട്ടിലോട്ട് കൂട്ടി കൊണ്ടുപോകുന്ന ഒരു ഫംഗ്ഷൻ. മീൻസ് ഞങ്ങളിൽ 2 കല്യാണം ഉണ്ടാവുമല്ലോ, നിക്കാഹും ലീഗൽ മാരേജ് വേറെയും കൂട്ടിക്കൊണ്ടുവന്ന ഫംഗ്ഷൻ വേറെയാണ്. അപ്പൊ അതൊക്കെ പിന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി. അത് കഴിഞ്ഞ് ഞങ്ങളെ ഹിമാലയൻ ട്രിപ്പ് അടിച്ചു. അത് പക്ഷെ ഒരു അടിപൊളി പൊള്ളി വൈബായിട്ട്. അപ്പോ അതിന്റെ വീഡിയോസ് ഞാൻ അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ചെയ്യാം. എല്ലാരും കാണണം. ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അന്ന് എടുത്തു വെച്ച വീഡിയോസ് ആണ്, അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ഷെയർ ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ പ്രണയകഥ. ഇപ്പൊ ഞങ്ങളുടെ കൂടെ കുഞ്ഞൂസായതിനു ശേഷം വയനാട് ഞങ്ങൾക്ക് ഫേവറേറ്റ് പ്ലേസ് തന്നെയാണ്. കാരണം അന്ന് ഞങ്ങൾ എപ്പോഴും പോകുന്നത് മഴ നനഞ്ഞു, മഴ വരുമ്പോഴൊക്കെ വയനാട് കയറുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമായിരുന്നു. ഇപ്പോഴും വയനാട്ടിലേക്ക് ഒഫീഷ്യലി ഉള്ള ഒരു യാത്രയാണെങ്കിൽ പോലും ചാച്ചന് ഒറ്റയ്ക്ക് വയനാട്ടിൽ പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ അതിന്റെ കൂടെ വലിഞ്ഞു കയറും. അതോ ഞങ്ങളും ഉണ്ട്. ഇതും ഒരു ഒഫീഷ്യൽ യാത്രയായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിൽ കൂടെ കൂടി. അങ്ങനെ നല്ല മഴയും കിട്ടി. ഈ മഴ, വയനാട്, കടല്, ഇതൊക്കെ എനിക്ക് എത്ര കണ്ടാലും മതി വരില്ല. അപ്പൊ അതേ വൈബുള്ള ഒരാൾ തന്നെയാണ് ഇപ്പൊ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ ഒരുമിച്ചൊക്കെ ആസ്വദിക്കുന്നു. ഇപ്പൊ കുഞ്ഞൂസിനും അതേ വൈബ് തന്നെയാണ്. അവനും മഴയും കടലും യാത്രയൊക്കെ ഇഷ്ടമാണ്. വയനാടാണെങ്കിലും മഴ പെയ്തു കഴിഞ്ഞാൽ വേറൊരു പിക്ചറാണ്. നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു പിക്ചറേ അല്ല, മൊത്തത്തിൽ മാറി അടിപൊളി ഒരു വൈബാവും. അപ്പം എത്ര കണ്ടാലും, ഇപ്പൊ വയനാട്ടിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ എപ്പോഴും എന്നോട് ചോദിക്കും, നിനക്ക് ഇത് എത്ര കയറിയിട്ട് മതിയാവുന്നില്ലേ എന്ന്. കാരണം ഇത് കല്യാണത്തിന് ശേഷം എന്നല്ല, അതിന് മുന്നേയും ഞാനും കുട്ടും ഉമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് തന്നെയാണ് പരിപാടി. ബൈക്ക് എടുത്തിട്ടായിരുന്നു ഞാൻ അവനും ആദ്യം വന്നുകൊണ്ടിരുന്നത്. പിന്നെ കാറ് വാങ്ങിച്ചതിന് ശേഷം ഇത് തന്നെ പരിപാടി. ചിലപ്പോൾ വൈകിട്ടൊക്കെ ആയിരിക്കും തോന്നാ, നമുക്കൊന്ന് വയനാടോട്ട് പോയാലോടെ എന്ന്. അങ്ങനെയൊക്കെ പോരും. അതുപോലെ ഈ വരുവിന്റെ തൊട്ട് തലേ ദിവസം രാത്രി ചോദിച്ചതാ, നമുക്ക് നാളെ ഒന്ന് വയനാട് പോയാലോടെ എന്ന്. ഓ റെഡി. അല്ലെങ്കിലും പണ്ട് ഹിമാലയം പോയാലോടെ എന്ന് വെച്ചപ്പോ കല്യാണം കഴിച്ച ഞാനാണോ പിറ്റേ ദിവസം വയനാട് പോകണം എന്ന് പറഞ്ഞാൽ വരാതിരിക്കുന്നത്. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.